ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ എന്താണെന്നല്ലേ, ചതുരപ്പയറാണ് കേട്ടോ. ചതുരപ്പയർ എന്നാണ് ഇവിടെ പറയുന്നത്. അമ്മ പറഞ്ഞു തന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. ഈ സാധനം ഞാൻ ഒരു വീട്ടിൽ നിന്ന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടേസ്റ്റൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ഇതുവരെയും തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പോലെ 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആ ചുറ്റുമുള്ള നാരല്ല കേട്ടോ, ആ ഒരു സംഭവം കണ്ട മുള്ളു പോലെ ഇരിക്കുന്ന സാധനം ഞാൻ നല്ലപോലെ കട്ട് ചെയ്തിട്ടാണ് ചെറിയ തോതിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ പയറും ബീൻസൊക്കെ തോരനുണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളിയും എന്താ പറയുക പച്ചമുളകൊക്കെ നല്ലപോലെ കീറി ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കണത്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ സംഭവം വെച്ചിട്ടുള്ളത്. ഇതിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വെക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ നട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞാൻ തോന്നുന്നു വീട്ടിൽ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം മുമ്പ് ഞാൻ പോയ ടൈമിൽ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, പടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ അതിന് ശേഷം ഒരുപാട് നാളായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ പിള്ളേർ സ്കൂള് പൂട്ടിയ സമയത്ത് 2 ദിവസം നിൽക്കാൻ പോയ ടൈമിലാണ് ഇത് കൊടുത്തു വിട്ടത്. ഇപ്പോൾ 2 ദിവസമായി ഇത് ഫ്രിഡ്ജിനകത്ത് തന്നെ കിടക്കണേ. കാരണം എന്താ പറയുക, ഓരോ തിരക്കിനിടയിൽ അതങ്ങ് വിട്ടുപോയി. ഇന്നെന്തോ സാമ്പാർ വെക്കുന്ന ടൈമിൽ തോരനൊന്നും ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം തോരനൊക്കെ വെച്ച് സാമ്പാറൊക്കെ കൂട്ടി അടിപൊളിയായി ഊണൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കഴിയും. പിന്നെന്താ പറയുക, ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുമെന്ന് അറിയത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസ് പുതിയതായി ആരെങ്കിലും വന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ തോതിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാണ്ട് എനിക്ക് എന്താ പറയുക, കൂടുതൽ അങ്ങോട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. വീഡിയോ അവിടെ ഓണാക്കി സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഓൺ വോയിസ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ടി വിൻ്റെ സൗണ്ട് കാരണം പിള്ളേരാണെങ്കിൽ ഇത് ഓഫാക്കുന്നുമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ നമ്മൾ ആ നേരിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു രസം പിന്നെ ഉണ്ടാവും. ഇത് വീഡിയോ എടുത്ത ശേഷം ഡബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ്. കാരണം അതിനിടയിൽ സംസാരം എന്ന് പറയുന്നത് സംസാരിക്കുന്ന ഇടയിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് തപ്പി തടഞ്ഞു പോകും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഡബ് ചെയ്യുന്ന ആ ഒരു ഓഡിയോ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് വരെ ഇത് നിർത്താതെ നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോസ് പുതിയ ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടുക. അപ്പോൾ നല്ലൊരു വീഡിയോ നാളെ കാണുന്നവരേക്കും ടാറ്റാ.